അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തലശ്ശേരി ASP ആയിരിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാലക്കാട് റോഡിലെ ഒരു റോഡ് സൈഡിൽ ഈ 65 ലക്ഷം രൂപയായിട്ടുള്ള വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്, ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇത് തിരിച്ചവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്ന് കള്ളന്മാർ ഒരു നോട്ട് എഴുതി റോഡ് സൈഡിൽ വെച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പോലീസ് അവിടെ പോയി ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ കണ്ണൂർ SP ആയി വന്നപ്പോൾ വീണ്ടും ഈ വിഗ്രഹം മോഷണം പോയി. പക്ഷെ ഇത്തവണ ഒരു 300 മീറ്റർ വരെ വിഗ്രഹം അവർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ വിഗ്രഹം വെച്ചു. ഈ മോഷണം നടക്കുന്ന 2 സമയത്തും കള്ളന്മാരെ മലമൂത്ര വിസർജനം ചെയ്തതിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വിഗ്രഹം മോഷണം പോയി, രാവിലെ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ 300 വാര അകലെ നിന്ന വിഗ്രഹം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. മൂന്നാമത് ഞാൻ DIG ആയി വന്നപ്പോൾ വീണ്ടും വിഗ്രഹം മോഷണം പോയി. ഇത്തവണ ആ വിഗ്രഹം വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വരെ അവർ കൊണ്ടുപോയി, ഒരു ലോഡ്ജ് വരെ കൊണ്ടുപോയി. എന്നിട്ട് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വിഗ്രഹം മോഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു, ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഞങ്ങൾ സ്ഥലം വിടുകയാണ്, തിരിച്ചത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോലീസ് പോയി വയനാട്ടിൽ നിന്ന് ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു.